ഹലോ, വെൽക്കം ബാക്ക് ടു ഓൾ. ഇന്നത്തെ വീഡിയോ ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പിയാണ്. ഞാൻ വലിയ പുലിയൊന്നുമല്ല ഫുഡ് ഉണ്ടാക്കുന്നതിലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റേതായ രീതിയിൽ ഞാനും ചെറിയൊരു ട്രൈ നടത്തി. അങ്ങനെ ഉണ്ടാക്കി ചെമ്മീൻ ഫ്രൈയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ചെമ്മീൻ ഫ്രൈ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ചെമ്മീനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം ഞാൻ സവാള അരിഞ്ഞു വെച്ചത് ചട്ടിയിലേക്ക് ഇട്ടു. എന്നിട്ട് അതൊന്ന് വഴറ്റാൻ വെച്ചു. അത് വഴന്ന് വരുന്ന സമയമായപ്പോഴേക്കും ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ, എന്നാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അങ്ങനെ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എനിക്ക് മീൻ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ളൊരു പരിപാടി കേട്ടോ. നിങ്ങളിൽ ആർക്കെങ്കിലും മീൻ നന്നാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സവാള വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ടെടുത്തു. തക്കാളി വഴന്ന് വരുന്ന ആ സമയമാകുമ്പോഴേക്കും കുറച്ച് കരിവേപ്പിലയും കൂടി ഒന്ന് ഇട്ടെടുക്കുക. കരിവേപ്പിലയും തക്കാളിയും ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചട്ടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മുടെ തക്കാളി ഒന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ മസാലയിലേക്ക് അത് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചിരുന്നു. അങ്ങനെ വെന്ത ഈ മസാലയിലേക്ക് നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക. കുറച്ച് തക്കാളി സോസും കൂടെ ഞാൻ ഒഴിച്ചിരുന്നു കേട്ടോ, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് സെർവ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈ സെർവ് ചെയ്തതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫുഡിന് ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്നുള്ളത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാം കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് മീൻ നന്നാക്കാൻ ഇഷ്ടമാണ്. പല ആൾക്കാർക്കും മീൻ നന്നാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. എന്തോ എനിക്ക് മീൻ നന്നാക്കുക, അതേപോലെ ചിക്കൻ നന്നാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. മീനിൽ നമ്മുടെ ചെമ്മീനോ അത് കൂന്തൾ ഞണ്ട് ഒക്കെ ആയാൽ പറയാൻ വേണ്ട, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഒക്കെ നന്നാക്കാൻ. എനിവേ, ഇനി നമുക്ക് ചോറ് കഴിക്കാം അല്ലേ. അപ്പോൾ ചോറിലേക്ക് ഞാൻ ഉണ്ടാക്കിയിരുന്ന വിഭവങ്ങൾ എന്താണെന്നൊന്ന് കാണണ്ടേ. നമ്മുടെ ചെമ്മീൻ ഫ്രൈ കൂടാതെ കറിയായിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നത് മത്തൻ തേങ്ങ അരച്ച കറി. ഇനി മത്തൻ തേങ്ങ അരച്ചതിന് അത് നമ്മുടെ ജീരകട്ട് തേങ്ങ അരച്ച കറിക്ക് നല്ല ടേസ്റ്റാണല്ലേ, ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇതിലേക്ക് പിന്നെ ഞാൻ ഉണ്ടാക്കിയിരുന്നത് ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയിനി. അങ്ങനെ ബീട്രൂട്ട് ഉപ്പേരിയും മത്തൻ തോരനും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈയും കൂടി കൂട്ടിയിട്ട് നമുക്ക് ചോറൊരു പിടി പിടിക്കാം. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളും ഇന്നത്തെ ലഞ്ചും ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോട്ടോ. ബായ്.